ഹായ് ഹലോ. കർക്കിടകത്തിലെ മരുന്ന് കഞ്ഞി തയ്യാറാക്കിയാലോ? എങ്ങനെയാണെന്ന് നോക്കാം. തേങ്ങ ചിരണ്ടി എടുത്തിട്ട് അരച്ച് വെച്ചിരിക്കുകയാണ്. അരപ്പ് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ തേങ്ങാപ്പാലൊക്കെ അരിപ്പയിലിട്ടിട്ട് പിഴിഞ്ഞ് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിയും വേവിച്ചെടുക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഉണക്കലരിയാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത ഉലുവയും ഉണക്കലരിയും അയമോദകം ആശാലി ഇതെല്ലാം കൂടിയിട്ടാണ് കേട്ടോ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇതെല്ലാം വെന്ത് സെറ്റായി വരുമ്പോഴേക്കും നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ താരം നമ്മുടെ ശർക്കര കുട്ടനെയും കൂടി നമുക്ക് ഉരുക്കി പാനിയാക്കി തയ്യാറാക്കി എടുക്കാം കേട്ടോ. ശർക്കര പാനിയൊക്കെ സെറ്റായിട്ട് അരിച്ചെടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാലും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ഒരു നുള്ളു ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് ചേർക്കാം. ഒന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഫൈനലായിട്ട് ഇനി മെയിനായിട്ട് ചേർക്കേണ്ട കാര്യം അല്പം നെയ്യാണ് കേട്ടോ. അത് നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, അല്ലെങ്കിൽ വേണ്ട. മരുന്ന് കഞ്ഞി തയ്യാറാക്കുന്ന ചേരുവകളുടെ അളവും കാര്യങ്ങളൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല, എത്രയാന്നൊക്കെ ഉള്ളത് എടുക്കേണ്ടത്. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മരുന്ന് കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട് കർക്കിടകത്തിലെ. ഇത് സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കുന്നു. അമ്മയാണ് കേട്ടോ സ്പെഷ്യലായിട്ടുള്ള മരുന്ന് കഞ്ഞിയൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ. അടിപൊളി വീഡിയോസുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.